ആത്മാക്കളെ സ്വർഗത്തിനായി നേടുന്നവർക്കെതിരെ പിശാച് ആക്രമണ ഉദ്യമങ്ങൾ നടത്തുമെന്നത് സത്യമാണോ? അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനി നരകത്തിന്റെ പേടി സ്വപ്നമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ജോൺ വിയാനി പിശാചിൽ നിന്ന് നേരിട്ടുള്ള നിരവധി ശാരീരിക ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇടവക പള്ളിയോട് ചേർന്നുള്ള വീട്ടിൽ രാത്രി ചെലവഴിച്ചപ്പോൾ ചുവരിലും മേശയിലും തട്ടുന്നതായുള്ള വിചിത്രമായ ശബ്ദം കേട്ടുണർന്ന് ഭയന്ന് സഹോദരനായ വിശുദ്ധ വിയാനിയുടെ അടുത്തേക്ക് പോയി. രാത്രി വൈകിയും കുമ്പസാരിപ്പിക്കുകയായിരുന്ന അദ്ദേഹം ഇപ്രകാരം വിശദീകരിച്ചു: "ഓ എന്റെ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ടതില്ലായിരുന്നു. അത് പിശാചാണ്. അവന് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നെ പല വിധത്തിൽ പീഡിപ്പിക്കുന്നു. ചിലപ്പോൾ അവൻ എൻ്റെ കാലിൽ പിടിച്ച് മുറിയിൽ വലിച്ചിഴയ്ക്കുന്നു. കാരണം ഞാൻ ആത്മാക്കളെ നല്ല ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടുത്തുന്നു." മറ്റൊരു സന്ദർഭത്തിൽ തന്റെ കിടപ്പുമുറിക്ക് തീ പിടിച്ചതായി പറഞ്ഞറിഞ്ഞപ്പോൾ വിശുദ്ധ വിയാനി തന്റെ ഇടവക പള്ളിയിൽ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: "പിശാച് വളരെ ദേഷ്യത്തിലാണ്. പക്ഷിയെ പിടിക്കാൻ കഴിയാത്തതിനാൽ അവൻ പക്ഷിക്കൂടിന് തീയിട്ടു. അതൊരു നല്ല സൂചനയാണ്. ഇന്ന് നമുക്ക് ധാരാളം പാപികളെ മാനസാന്തരപ്പെടുത്താൻ കഴിയും." എത്ര അവിശ്വസനീയമായ വിശ്വാസം! ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ വിയാനിയുടെ ദാഹവും കർത്തൃ ശുശ്രൂഷയിലുള്ള തീക്ഷ്ണതയും നമുക്ക് മാതൃകയാകട്ടെ.